ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവോ. മനുവിന് അറിയുമോ? അറിയുമെന്ന് ഇവൻ ഒറ്റൊരുത്തം കാരണം ഞാൻ ഈ പരുവത്തിലായത്. ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ മനുവിന് സമയം അനുവദിക്കാം. മനുവിന് ഞാൻ സമയം അനുവദിക്കും. അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ്? പേരിലെന്തിരിക്കുന്നു, ബന്ധത്തിലാണല്ലോ കാര്യം. ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ എനിക്കറിയാം. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നാ കേട്ടോ, മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടെന്നേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് ബിജെപിയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. ബിജെപിയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? I want lifeline. Lifeline? Phone a friend. Phone? Please sir, one call please. ഞാൻ ചോട്ടെ, NDA മുന്നണിക്കിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു. അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. എനിക്കറിയാം, തനിക്കറിയാമോ? കൃത്യമായിട്ട് എനിക്കറിയില്ല. നിങ്ങൾ ഇത്രയും വസ്തുത വിരുദ്ധമുള്ള ആരാണെന്ന് ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. നിങ്ങൾ റിപ്പോർട്ടറുണ്ട്, വിളിച്ചു ചോദിച്ചാൽ അല്ല, നിങ്ങൾ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്. ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? ജോസഫ് അല്ല, നമ്പൂതിരി. അല്ല സർ, ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയായിരുന്നു. നെപ്പോളിയൻ. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആരാണ് കാൻഡിഡേറ്റ്? അവിടെ കാൻഡിഡേറ്റ് ഉണ്ട്, NDA മുന്നോട്ട് വെക്കുന്നുണ്ട്. സുനീഷ് ബി. ശരിയല്ലേ? എവിടുന്ന് കിട്ടിയപ്പോ? ഇവിടുന്ന്. ഒന്ന് പോടപ്പ. അത് തെറ്റാണെന്ന് തോന്നുന്നു. എടാ, ശരിക്കും ആൻസർ കിട്ടി. എന്താണെന്നറിയോ? കുഞ്ഞുമോൻ. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. ആര്യ, ഹലോ. എനിക്ക് കേൾക്കാം മനു. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. ഉറച്ചു പറ, കേൾക്കുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നമല്ല. ഹലോ, കേൾക്കുന്നില്ല. എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ?